പ്പോൾ ആ നേതാക്കളെ മുഴുവനും ലോകം വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അലക്സാണ്ടറുടെ നിർഭയത്വവും സീസറുടെ പൗരുഷവും നെപ്പോളിയന്റെ നെഞ്ചൂക്കും ലോകത്ത് വാഴ്ത്തപ്പെടുമ്പോൾ 14 സംവത്സരങ്ങൾക്കപ്പുറം അറഫാത്തിന്റെ മലമുകളിൽ നിന്നുകൊണ്ട് സത്യമാണ് മതം, കർമ്മമാണ് മതം, ധർമ്മമാണ് മതം എന്ന് ഉച്ചേൽസരം ഉദ്ഘോഷിച്ച പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ള നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നേതാവല്ലയോ. ഒരു കിരാതനായ ചക്രവർത്തിയായിരുന്നില്ല, സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയായിരുന്നില്ല. നീതിമാനായ ഭരണാധികാരിയും ഉത്തമനായ ഗ്രഹനാഥനും അജയ്യനായ പോരാളിയും അലിവാർന്ന അധ്യാപകനും മാന്യനായ മനുഷ്യസ്നേഹിയും കുട്ടികളുടെ കൂട്ടുകാരനും സ്ത്രീകളുടെ വിമോചകനുമായ മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ അവിടത്തെ നിയോഗിച്ചിട്ടില്ല എന്ന് ഖുർആൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചുവെങ്കിൽ ആ പ്രവാചകന്റെ അവദാനങ്ങൾ എത്രയാണ്, ആ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ലല്ലോ. ആഖായേ നാംദാർ താജ്ദാരേ മദീന നൂറേ മുജസ്സം സർക്കാരേ ദോ ആലം മുഹമ്മദ് മുസ്തഫ. ശ്രീനാരായണ ഗുരു തന്റെ അനുകമ്പാ ദശകത്തിലൂടെ പറഞ്ഞത് കാണാം. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വര പവിത്രപുത്രനോ, കരുണാവാൻ നബിമുത്തുരത്നമോ, അവരൊക്കെയും പ്രവാചകനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ അയവിറക്കുകയാണ്. പ്രവാചകന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ ചരിത്രങ്ങൾ പഠിക്കുകയാണ്. ഡോക്ടർ ബെർണാൻഷ പോലും പറഞ്ഞില്ലയോ, ദ പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ഗ്ലോറിയസ് ലൈറ്റ് ഓഫ് ദ വേൾഡ്. തമസിന്റെ നീരാളി പിടുത്തത്തിൽ അമർന്ന ലോകത്തെ പ്രകാശത്തിന്റെ നഭോമണ്ഡലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടല്ലേ മനസാന്തരങ്ങളിൽ